ഒരു പുരോഹിതനെ പരിചയപ്പെടുത്തുകയാണ്. നിഷ്പാദുക കർമ്മലീത്ത സഭ മലബാർ പ്രോവിൻസിന് കീഴിലുള്ള തിരുവനന്തപുരം ബെൻസിഗർ ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് ചക്കാലക്കുടിയിലാണ് കക്ഷി. 4 മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റുമുള്ള ജോസഫ് അച്ഛൻ പക്ഷേ സമർപ്പിത ജീവിതം എന്തെന്ന് അടയാളപ്പെടുത്തുന്നത് കർമ്മം കൊണ്ടാണ്. അതാണ് ഈ കഥ. ഫാദർ ജോസഫ് ചക്കാലക്കുടിയിൽ തലസ്ഥാന നഗരത്തിലൂടെ ജീവനും കൊണ്ടുപായുന്ന ആംബുലൻസ് ഡ്രൈവർമാരിൽ ഒരാൾ ഈ പുരോഹിതനാണ്. ഇടപ്പഴിഞ്ഞ് ബെൻസിഗർ ഹോമിൽ നിന്ന് ഈ വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ ജോസഫ് അച്ഛന്റെ സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയാണ്. ആംബുലൻസ് അൾത്താരയാകുന്ന നിമിഷങ്ങൾ. ആകാശത്തിൻ മഹിമാവേ ആശ്രയം നീ എന്നെ ഹോവേ, ദൈവമേ നീ എനിക്കെന്നും എന്നെന്നും നേർവഴി കാട്ടേണമേ. ആകാശത്തിൻ മഹിമാവേ ആശ്രയം നീ എന്നെ ഹോവേ, ദൈവമേ നീ എനിക്കെന്നും എന്നെന്നും നേർവഴി കാട്ടേണമേ. RCCയിൽ ചികിത്സയ്ക്കെത്തുന്ന നിരാലംബരായ ക്യാൻസർ രോഗികൾക്ക് അഭയവും ആശ്രയവുമാണ് ബെൻസിഗർ ഹോം. ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള 30ഓളം മുറികൾ, മികച്ച താമസ സൗകര്യവും നല്ല ഭക്ഷണവും, എല്ലാം സൗജന്യം. ജാതിമത ഭേദമില്ലാതെ മാസം 1000ഓളം രോഗികൾ വന്നു പോകുന്നു. ഹോമിന്റെ സ്ഥാപക ഡയറക്ടറായി സഭ നിയോഗിച്ചതാണ് ഇടുക്കി അണക്കര സ്വദേശിയായ ഫാദർ ജോസഫ് ചക്കാലക്കുടിയിലിനെ. ജീവന് വേണ്ടിയുള്ള നിലവിളി ഏറെ കേട്ടിട്ടുള്ളതുകൊണ്ടാവാം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാങ്ങിയ ആംബുലൻസിന്റെ സാരഥ്യവും ജോസഫ് അച്ഛൻ ഏറ്റെടുക്കുകയായിരുന്നു. നമ്മുടെ ബെൻസിഗർ ഹോം 2019 അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് RCCകളുടെ ദൂരം എന്ന് പറഞ്ഞാൽ 5.2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരം നമ്മുടെ പാവപ്പെട്ട പേഷ്യൻസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഡെയിലി പോയിട്ട് വരിക എന്നുള്ളത്. അങ്ങനെയാണ് ഈ ആംബുലൻസിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും ആംബുലൻസും അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് ഡ്രൈവറിൻ്റെ ഏതൊരു സമയം അവൈലബിലിറ്റി ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളവിടെ ഉള്ളതുകൊണ്ടും ആംബുലൻസ് അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നാളിതുവരെ പേഷ്യൻസിനെ കൊണ്ട് കൃത്യസമയത്ത് നമുക്ക് എത്തിക്കാൻ പറ്റി. കോവിഡ് കാലമാണ് ഓർമ്മയിലുള്ളത്. 4 തവണ കോവിഡ് ബാധിച്ച ജോസഫ് അച്ഛൻ അക്കാലത്ത് രോഗികളെയും മൃതദേഹങ്ങളും കൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തേക്കും പാഞ്ഞു. 50ഓളം മൃതദേഹങ്ങൾ ശ്മശാനത്തിലെത്തിച്ചു. പലരുടെയും സംസ്കാരങ്ങൾ സ്വയം നടത്തി, 1 രൂപ പ്രതിഫലമില്ലാതെ. കണ്ണൂർ പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, കോട്ടയം, ഇടുക്കി ഇവിടെയൊക്കെ പേഷ്യൻറ്റിനെ കൊണ്ട് പോയിട്ടുണ്ട്. നിവൃത്തിയില്ല, അവർക്ക് മരണമാണ്. അവർക്ക് ഇത്രയും അഡ്വാൻസ്ഡ് സ്റ്റേജിലായവരെ കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കാണും, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അത് ചെയ്യുന്നതിലോ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അന്ന് നമ്മൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവം പോലെയാണ്, വേറെ ആരുമില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ സഭയെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചൊക്കെ വലിയ കാര്യമാണ്. 4 മാസ്റ്റർ ഡിഗ്രിയെയും ഡോക്ടറേറ്റിനെയും ഒക്കെ അദ്ദേഹം കാണുന്നത് എവിടെ നിന്നും മാറ്റി നിർത്തപ്പെടാൻ ഇടവരുത്താത്ത യോഗ്യതകളായാണ്. അപ്പോഴും അടിസ്ഥാന യോഗ്യത മനുഷ്യസ്നേഹമെന്ന് അടിവരയിടുന്നു ജോസഫ് അച്ഛൻ. അപ്പോൾ വലിയ കെട്ടിടങ്ങളുണ്ടായിട്ടോ അല്ലെങ്കിൽ നല്ല 3 സ്റ്റാറോ 5 സ്റ്റാറോ സാഹചര്യങ്ങൾ ഒരുക്കിയത് മാത്രം കാര്യമില്ല. ഹൗ ടു ഡീൽ, അവരെയൊക്കെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ കരുതുന്നു. ആരും നമുക്ക് വിദൂരസ്ഥരോ സ്ട്രേഞ്ചേഴ്സോ അല്ല, ഇവരെല്ലാം നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ ഫാമിലിയാണെന്ന് തോന്നിയാൽ ഇത് വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അത്
ഞാൻ പറയുന്നത് കഴിവുള്ളവരൊക്കെ, സാഹചര്യങ്ങളുള്ളവരൊക്കെ, സഭാ സമൂഹങ്ങളും പല ഡിനോമിനേഷൻസ്, ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല, എല്ലാ ഡിനോമിനേഷൻസും ഇങ്ങനെയുള്ള നന്മകൾ ഓരോ സിറ്റിയോടും ചേർന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ സമീപവാസികളിൽ നിന്നും നഗരത്തിലെ ആശുപത്രികളിൽ നിന്നുമൊക്കെ അത്യാഹിത വിളികൾ നിരവധിയാണ്. ഓക്കെ, ഇത് എവിടുന്നാണ്? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ലൊക്കേഷൻ അയച്ചു തരാമോ? ലൊക്കേഷൻ. ജോസഫ് അച്ഛന് അടുത്ത കോള് വന്നു. ഇവിടെ നിന്ന് രോഗിയുടെ അടുത്തേക്കും അവിടെ നിന്ന് രോഗിയും കൂട്ടി ആശുപത്രിയിലേക്ക് പായാനുമുള്ള സമയമായി. അഭിലാഷ് തൊഴുവൻകൂടിനും വിഷ്ണുവിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. സന്തോഷം തോന്നുന്നു അല്ലേ ഈ റിപ്പോർട്ട് കണ്ടിട്ട്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. ഇതുപോലുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും എത്രയോ പേരുണ്ടല്ലേ, അറിയപ്പെടാതെ പോകുന്നവർ. അപ്പോൾ ഏതായാലും ഇത്തരം മാതൃകകൾ നമുക്കും മാതൃകയാക്കാവുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും മറ്റുള്ളവരെ സഹായിച്ചും അവരുടെ കണ്ണീരൊപ്പിയും ഒക്കെ മുന്നോട്ട് പോയാൽ എത്ര മനോഹരമായിരിക്കും അല്ലേ? സഹായിക്കുന്നത് മാത്രമല്ല, പലപ്പോഴും ഇതെന്റെ ജോലിയല്ല, ഞാൻ ചെയ്യേണ്ടതല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജോലി അല്ലെങ്കിൽ പോലും മറ്റൊരാളിന് അത് സഹായമാകുമെങ്കിൽ, അത് നമുക്ക് ചെയ്യാനാവുമെങ്കിൽ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്.